2026-ൽ സോഷ്യൽ മീഡിയ ഒരു ഓപ്ഷൻ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇഫ് യെസ്, യു ആർ ഓൾറെഡി ബിഹൈൻഡ്. ഇന്ന് ആളുകൾ നിങ്ങളെ കാണുന്നത് നിങ്ങൾ പറയുന്നതിലൂടെയല്ല, അവർ നിങ്ങളെ സെർച്ച് ചെയ്യുമ്പോഴാണ്. ഈ വീഡിയോ ആഡ്സിനെ കുറിച്ചല്ല, ട്രെൻഡ്സിനെ കുറിച്ചല്ല. 2026-ൽ നിങ്ങളെ ഓത്തോറിറ്റി ആക്കുകയോ വിസിബിൾ ആക്കുകയോ ചെയ്യുന്ന ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ്. 2026-ലെ എൻ്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറുമൊരു പ്ലാൻ മാത്രമല്ല, അതൊരു കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്കെയിലബിൾ അതോറിറ്റി മോഡലാണ്. നമുക്ക് വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 2026-ൽ നിങ്ങളുടെ പേര് ആദ്യമായി ഒരാൾ കേൾക്കുമ്പോൾ അവർ ഒരുപക്ഷെ നിങ്ങളെ സെർച്ച് ചെയ്യുമ്പോൾ അവർ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് തോന്നുന്നത്? നിങ്ങൾ ഒരു അതോറിറ്റി ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളവരായി തോന്നാറുണ്ടോ? അതോ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ കൺസിസ്റ്റൻസി അഥവാ സ്ഥിരതയുള്ളവരായി അവർക്ക് നിങ്ങളെ തോന്നാറുണ്ടോ? അതോ അവർ നിങ്ങളിൽ ഒന്നും കാണുന്നില്ലേ? കാരണം 2026-ൽ നിങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യം അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനാണ്. അത് നിർബന്ധമാണ്, അതൊരു ഓപ്ഷൻ അല്ല. ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പേ അവർ നിങ്ങളുടെ കണ്ടന്റ് കണ്ടിരിക്കും. ആ കണ്ടന്റുകൾ കണ്ടുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ അഭിപ്രായം അല്ലെങ്കിൽ ധാരണ ഇത്തരം ആൾക്കാർ രൂപീകരിക്കുന്നതായിരിക്കും. ഞാൻ വളരെ സീരിയസ് ആയി ഒരു കാര്യം ചോദിക്കട്ടെ. ആൾക്കാർ പരസ്യങ്ങളെ അല്ലെങ്കിൽ ആഡ്സിനെ കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? ഇനി പരസ്യം കണ്ടാൽ പോലും അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങളെ സെർച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും. നിങ്ങൾ പറയാൻ പോകുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ കാര്യത്തിൽ നിങ്ങൾക്ക് ആധികാരികത അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് വലിയ അൽഗോരിതം ഹാക്കോ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഈ 2026 നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് എങ്ങനെ വളരെ ഈസിയായി വളരെ ഒരു സ്ട്രാറ്റജിക്കിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാനിവിടെ പറയാം. നമ്മുടെ കണ്ടന്റിനെ നമുക്ക് അത് നമ്മുടെ ബിസിനസ് ആവശ്യമായ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ആസ്തിയായി എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത് എങ്ങനെ വളരെ ഈസിയായി നല്ല രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇടയിലേക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നീ കാര്യം, അതുപോലെ ആ ആസ്തി അല്ലെങ്കിൽ ആ കണ്ടന്റ് എങ്ങനെ മടുപ്പില്ലാതെ ബേൺ ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് അവർക്കിടയിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ എല്ലാ ദിവസവും കുറേ കണ്ടന്റ് ഉണ്ടാക്കി ഡെയിലി അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? ആൻസർ ഈസ് ആബ്സല്യൂട്ട്ലി നോ. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യത്തിന് പിന്നിലും കൃത്യമായ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഈ 2026-ൽ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ, അതാണ് പുതിയ കറൻസി. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം അതിന് യാതൊരു പഞ്ഞമില്ല. നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യാം, ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ ഇന്ന് കുറവുള്ളത് വിശ്വാസത അല്ലെങ്കിൽ ട്രസ്റ്റാണ്. ഇന്ന് ട്രസ്റ്റ് നേടിയെടുക്കാനുള്ള എളുപ്പ വഴി അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് വിസിബിലിറ്റിയാണ്. നമ്മളെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം സ്ഥിരമായി ഓൺലൈനിൽ പ്രസന്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായി പ്രസന്റ് ആയി അദ്ദേഹം ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അയാളെ വിശ്വസിച്ചു തുടങ്ങും. നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും. നിങ്ങൾക്ക് ഒരാളുമായി ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കും. നിങ്ങൾ ഉടനെ തന്നെ അയാളെ വിളിക്കുമോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് നിങ്ങൾ അയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യും, അദ്ദേഹം ഷെയർ ചെയ്ത വീഡിയോകൾ കാണും, പോസ്റ്റുകൾ വായിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ കണ്ടന്റുകൾ നൽകേണ്ടത്. ഇന്നത്തെ കാലത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് അല്ല, മറിച്ച് ക്രെഡിബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, വിശ്വാസത്തിന്റെ അടിത്തറ. അത് നിങ്ങൾ നിർമ്മിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും നിർമ്മിക്കും. ഇവിടെയാണ് എൻ്റെ ചിന്താഗതിയിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാകേണ്ടത്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് എല്ലാവരെയും രസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയുണ്ട്. എനിക്ക് വേണ്ടാത്തവരെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാനും അതുപോലെ കൃത്യമായ ഓഡിയൻസിനെ ആകർഷിക്കാനും ഉള്ളതായിരിക്കണം എൻ്റെ കണ്ടന്റ്. ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, വൈറൽ ആകുക എന്നുള്ളത് താൽക്കാലികമാണ്, പക്ഷേ അതോറിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ശാശ്വതമാണ്. ലൈക്കുകളല്ല നമുക്ക് ബിസിനസ് കൊണ്ടുവരുന്നത്, മറിച്ച് ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസമാണ് നമുക്ക് ബിസിനസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ 2026-ൽ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് കിട്ടി എന്നല്ല ഞാൻ നോക്കുന്നത്. എൻ്റെ വീഡിയോസ് ശരിയായ ആളുകൾ കാണുന്നുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ വീഡിയോസ്
ശരിയായ ആളുകൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ ബിസിനസ് അനായാസം വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ യഥാർത്ഥ പർപ്പസ് അല്ലെങ്കിൽ ജോലി എന്താണെന്ന് ഞാൻ കൃത്യമായി പറയാം. ഒന്ന്, വിസിബിലിറ്റി. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിലൂടെ ആൾക്കാർക്ക്, ഈവൻ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് പോലും നമ്മളോട് ഒരു ഫെമിലാരിറ്റി, ഒരു പരിചിത മനോഭാവം അവിടെ ഉണ്ടാകും. രണ്ട്, ഈ ഫെമിലാരിറ്റി നമുക്ക് നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർക്കിടയിൽ പോലും നമ്മളിൽ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകും. മൂന്ന്, ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ ഈ നമുക്കിങ്ങനെ ഇടയിലുണ്ടായ ഈ ട്രസ്റ്റ് സംഭാഷണങ്ങൾക്ക് അല്ലെങ്കിൽ കോൺവെർസേഷന്, പരസ്പരം പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്മളോട് കോൺവെർസേഷൻ തുടങ്ങാൻ അവിടെ സാധ്യത സൃഷ്ടിക്കപ്പെടും. നാല്, ഈ കോൺവെർസേഷൻ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യും. ഇതൊരു തിയറി ഒന്നുമല്ല, ഇതൊരു പ്യുവർ ഹ്യൂമൻ സൈക്കോളജിയാണ്. മനുഷ്യന്മാർ ഒരിക്കലും അവർക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അപരിചിതരായ വ്യക്തികളിൽ നിന്ന് വാങ്ങാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരിൽ നിന്നാണ് പലപ്പോഴും അവർ സാധനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ ഇൻഷുറൻസ് ഏരിയ. ഇനി ഞാൻ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്ത് പോസ്റ്റ് ചെയ്യും എന്ന് തലപുകഞ്ഞ് ഞാൻ ആലോചിക്കാറില്ല. ഞാൻ പ്രധാനമായും 4 തത്വങ്ങളെ അല്ലെങ്കിൽ 4 പില്ലേഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ എൻ്റെ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായും നോട്ട് ചെയ്തു വെക്കും. ഒന്ന്, ബിലീഫ് കണ്ടന്റ്, വിശ്വാസങ്ങളെ മാറ്റി എഴുതുന്ന കണ്ടന്റ്. പലപ്പോഴും ആൾക്കാർക്ക് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസുകൾ വാങ്ങുന്നതിന് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരിക്കും. ഈ തെറ്റിദ്ധാരണകളെ ഇത്തരം കണ്ടന്റുകൾ പൊളിച്ചെഴുതും. അവർക്കുള്ള വിൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വാങ്ങുന്നതിന് മുമ്പ് അവർക്ക് ഇത്തരം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ മാറാൻ ഇത്തരം കണ്ടന്റുകൾ സഹായിക്കും. രണ്ട്, എഡ്യൂക്കേഷണൽ കണ്ടന്റ്. ഇവിടെയാണ് ഫ്രെയിംവർക്കുകളും പല പ്രോസസ്സുകളും വരുന്നത്. കസ്റ്റമേഴ്സിന് വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെ ഇവിടെ വളരെ ലളിതമായി, വളരെ സിമ്പിളായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന കണ്ടന്റുകളാണ് ഇത്തരം എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ. മൂന്ന്, അതോറിറ്റി കണ്ടന്റ്, ആധികാരികത ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടന്റുകൾ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ, പാഠങ്ങൾ എന്നിവ ഷെയർ ചെയ്യും. ഇത് ഒരു ഷോ ഓഫ് ചെയ്യാനുള്ള കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ആധികാരികത അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി കാണിക്കാനുള്ള മാർഗങ്ങളാണ്. നാല്, ആക്ഷൻ കണ്ടന്റ്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനി അടുത്തതായി എന്ത് ചെയ്യണം, അതിന് അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ലളിതമായി, വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കുന്ന കണ്ടന്റുകളാണ് ആക്ഷൻ കണ്ടന്റുകൾ. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിൽ ഈ ഞാൻ മേൽപ്പറഞ്ഞ 4 മേഖലകളിലുള്ള ഏതെങ്കിലും കാറ്റഗറിയിലുള്ള വിഭാഗത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ കണ്ടന്റുകളായിരിക്കും, അല്ലാതെ ഒന്നും വെറുതെ ചെയ്യുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പക്ഷേ പലരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് കോൾഡ് കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ. മിക്കവരും 90% എനർജിയും യൂസ് ചെയ്യുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 10% അത് വിതരണം ചെയ്യുന്നതിനും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്. 10% എനർജി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, 90% അവ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിതരണം ചെയ്യാനും വേണ്ടി ഞാൻ എനർജി യൂസ് ചെയ്യും. ദ ഫിലോസഫി ഈസ് വെരി സിമ്പിൾ. ക്രിയേറ്റ് വൺസ്, ഡിസ്ട്രിബ്യൂട്ട് എവരിവെയർ. ഒരിക്കൽ നിർമ്മിക്കുക, എല്ലായിടത്തും വിതരണം ചെയ്യുക. ഒരു ലോങ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നു, അതിനെ ഷോർട്ട് വീഡിയോകളാക്കി മാറ്റുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഇമെയിൽ ചെയ്യുന്നു, വാട്സപ്പ് മെസ്സേജുകളായി അയക്കുന്നു, പല സോഷ്യൽ മീഡിയകളിലേക്ക് അയക്കുന്നു. ആശയം ഒന്ന് തന്നെ, പക്ഷേ പല രൂപത്തിൽ പല ആളുകളിലേക്ക് ഇതെത്തുന്നു. ഇനി ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്കിത് അപ്ലോഡ് ചെയ്യാം? യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, വാട്സപ്പ്. നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ 2026 നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കാം. എന്നാൽ ഞാൻ ഈ പ്രോസസ്സ് എല്ലാം മാനുവലായി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിനു വേണ്ട ഒരു സിസ്റ്റം വേണം, എനിക്ക് ടൈം ഫ്രീഡം വേണം. നിങ്ങൾ ഈ രീതി കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ കണ്ടന്റ് കാണുന്ന ആൾക്കാർ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ തേടി വരും, നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ഇനി ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനെ തേടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും. അവസാനമായി ഞാൻ പറയട്ടെ, ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാൻ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. വിസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അടുത്ത വർഷം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെൻഡുകൾക്ക് പുറകെ പോകാതെ കൃത്യമായ ക്ലാരിറ്റി, വ്യക്തതയും അതുപോലെ തന്നെ അത് ബിൽഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, 2026 എന്ന് കമന്റ് ചെയ്യും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. ഓൾ ദി ബെസ്റ്റ്.